നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ നക്ഷത്രവാരഫലം, അതായത് മാർച്ച് 3 മുതൽ 9 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടം രാശിക്കാർ, മാംസം, മദ്യം എന്നിവ കഴിക്കുന്നത് ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ ഹാനികരമായ സാഹചര്യം സൃഷ്ടിക്കും. ഇത് നിങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നു. അതിനാൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിയുന്നത്ര ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബാംഗം അറിയാൻ ഈ ആഴ്ച സാധ്യതയുണ്ട്. ഇതുമൂലം നിങ്ങൾക്ക് വളരെയധികം നാണക്കേട് തോന്നിയേക്കാം. ഇത് അംഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രതിച്ഛായയെ മോശമായി ബാധിച്ചേക്കാം. മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ ജോലി ഉയർത്താൻ കഴിയുന്ന വിധത്തിൽ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. എന്നിരുന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകളും ആലോചനകളും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞെന്ന് വരില്ല. അതുകൂടാതെ ചില നൈരാശ്യവും നിങ്ങളിൽ കാണാനാകും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ പക്കൽ മുന്നേ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്, പ്രത്യേകിച്ച് പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ ദോഷഫലങ്ങൾക്കായുള്ള കുറച്ച് പ്രതിവിധികൾ നോക്കിയാലോ. നിത്യേന ഹനുമാൻ ചാലീസ ജപിക്കുക. ഇത് ദോഷഫലങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. ഇടവം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങളിൽ ധാർമ്മിക ബോധം വളരും. ഇക്കാരണത്താൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായും വീട്ടുകാരുമായും ഒരു മതസ്ഥലം സന്ദർശിക്കാൻ നിങ്ങൾ പദ്ധതിയിടും. അവിടെ വിശുദ്ധ വ്യക്തികളുടെ അനുഗ്രഹം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് ധാരാളം മാനസിക സമാധാനവും നൽകും. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകും. എന്നാൽ മുൻകാലത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപരമായി ചിന്തിക്കാനുള്ള കഴിവിനെ ഇല്ലാതെയാക്കും. അതുമൂലം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിലപ്പോൾ ആ പണം വിനിയോഗിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ബന്ധുക്കളുടെ അടുത്തേക്ക് ഒരു സന്ദർശനം നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് ആശ്വാസവും വിശ്രമവും നൽകും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സമയം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ അവരെ പരിപാലിക്കുന്നുവെന്ന് അവർക്ക് തോന്നാം. അതിനായി അവരോടൊപ്പം നല്ല സമയം ചിലവാക്കുക. നിങ്ങളോട് പരാതിപ്പെടാൻ അവർക്ക് അവസരം ഒരിക്കലും നൽകാതിരിക്കുക. ഈ ആഴ്ച ജോലിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാത്തരം നെഗറ്റീവ് ചിന്തകളിൽ നിന്നും സ്വയം അകന്നു നിൽക്കേണ്ടതുണ്ട്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കൂടാതെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും. കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും. ഇനി ഈ ആഴ്ചത്തെ ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നമുക്ക് നോക്കിയാലോ. വികലാംഗരായ സ്ത്രീകൾക്ക് ശനിയാഴ്ചയിൽ ഭക്ഷണം ദാനം ചെയ്യുക. ഇത് നിങ്ങൾക്ക് നല്ലത് നൽകും. മിഥുനം രാശിക്കാർ, ഈ ആഴ്ച സമൂഹത്തിലെ നിരവധി വലിയ ആളുകളെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമൂഹിക ഒത്തുചേരൽ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതാണ് പ്രധാനം. ഈ ആഴ്ച ഓഫീസിൽ നിങ്ങളുടെ മുൻപത്തെ കഠിനാധ്വാനം അനുസരിച്ച് നല്ല ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച മികച്ച ശമ്പളത്തോടു കൂടി നല്ല ഓഫർ ലഭിക്കാം. അതിനാൽ ഈ സമയത്ത് എല്ലാ അവസരങ്ങളും ശരിയായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ മൂലം നിങ്ങളുടെ മാതാപിതാക്കൾ ആത്മവിശ്വാസമുള്ളവരായിത്തീരും. ഇതിനായി നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ മാതാപിതാക്കളോട് പറയുകയും അതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് അറിയുകയും വേണം. ഈ ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ജോലികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്നത് മൂലം നിങ്ങളുടെ ജോലിഭാരം വർദ്ധിച്ചേക്കാം. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതോടൊപ്പം കൃത്യസമയത്ത് എന്തെങ്കിലും ജോലി പൂർത്തിയാക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടെന്നും വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലികളെല്ലാം മനസമാധാനത്തോടു കൂടിയും ശ്രദ്ധയോടു കൂടിയും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക.
ഇനി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഇനി ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നമുക്ക് നോക്കാം. ചൊവ്വാഴ്ച ഗണപതിക്കായി യജ്ഞം നടത്തുന്നത് വളരെ നല്ലതാണ്. കർക്കിടക രാശിക്കാർ, ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിനോടൊപ്പം ഈ ആഴ്ചയുടെ മധ്യത്തിൽ ജോലിഭാരം നിങ്ങൾക്ക് വർദ്ധിക്കാം. ഓർക്കുക, പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും. ഒപ്പം ഭാഗ്യം നിങ്ങളുടെ വഴിയിൽ വരും. നിങ്ങളുടെ മുൻ ദിവസങ്ങളിലെ കഠിനാധ്വാനം വഴി നിങ്ങളുടെ വായ്പ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ സമയം ഏതെങ്കിലും അടുത്ത വ്യക്തിയുമായുള്ള നിങ്ങളുടെ വാക്കുതർക്കം കാരണം നിങ്ങൾക്ക് പ്രശ്നമുണ്ടായേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ആശയങ്ങൾ മുഴുവനായും അവരുടെ മുന്നിൽ തുറന്നു കാട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വർദ്ധിച്ചേക്കും. സർക്കാർ ജോലിയുമായി ബന്ധമുള്ള ആളുകൾക്ക് ഈ ആഴ്ച സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവ്, ആഗ്രഹിച്ച സ്ഥാനമാറ്റം എന്നിവ ലഭിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം തുടരുക. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അശ്രദ്ധരാകാതിരിക്കുക. ആരോഗ്യകരമായി തുടരുന്നതിന് സമയാസമയങ്ങളിൽ സമീകൃത ആഹാരം കഴിക്കുന്നതിനൊപ്പം നിങ്ങളുടെ ദിനചര്യയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ സമയത്ത് ആരോഗ്യം മോശമായാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വരാനിരിക്കുന്ന പരീക്ഷയെയും ചിലപ്പോൾ ബാധിച്ചേക്കാം. ഇനി നമുക്ക് ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നോക്കാം. പുരാണ ഗ്രന്ഥമായ ഭഗവത്ഗീത വായിക്കുക. ചിങ്ങം രാശിക്കാർ, ചില കാരണങ്ങളാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരാം. അതിനാൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷീണവും സമ്മർദ്ദവും അനുഭവപ്പെടാം. അതുകൊണ്ട് ഇപ്പോൾ യാത്ര ഒഴിവാക്കുകയും നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ വിശ്രമം നൽകുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ സ്രോതസ്സുകൾക്കായി നിങ്ങൾ തിരയുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായ സാമ്പത്തിക പദ്ധതികളിൽ മാത്രം നിക്ഷേപം നടത്തേണ്ടതാണ്. ഇതിനായി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടാം. നിങ്ങളുടെ ജോലിയുമായോ വിദ്യാഭ്യാസവുമായോ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഈ ആഴ്ച മുക്തി നേടാനാകും. ഈ ആഴ്ച നിങ്ങളുടെ നടക്കാതെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ പുരോഗമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിജയത്തിന് പിന്നിൽ സഹായിച്ച എല്ലാ സഹപ്രവർത്തകർക്കും മേലുദ്യോഗസ്ഥർക്കും നിങ്ങളുടെ നന്ദി പറയേണ്ടതാണ്. അവരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പ്രത്യേകിച്ചും അനുകൂലമായിരിക്കും. ഇനി നമുക്ക് ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നോക്കാം. വീട്ടിൽ വൈകുന്നേരങ്ങളിൽ വിളക്ക് കൊളുത്തുക. ദൈവത്തിനു മുന്നിൽ നന്നായി പ്രാർത്ഥിക്കുക. കന്നിരാശിക്കാർ, ഈ ആഴ്ച വളരെയധികം മസാലയും മറ്റും കഴിക്കുന്ന നിങ്ങളുടെ ശീലം നിങ്ങളെ ചിലപ്പോൾ രോഗിയാക്കിയേക്കാം. അതിനാൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. സ്വയം ആരോഗ്യമുള്ളവരായിരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കുക. അതിനൊപ്പം നിങ്ങൾ പതിവായി വ്യായാമവും യോഗയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വായ്പ എടുക്കാൻ പദ്ധതിയിടാം. നിങ്ങൾക്കിപ്പോൾ ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ നേടാൻ കഴിയുമെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ അപൂർവമായി കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ പുനർവികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഈ സമയത്ത് നിങ്ങൾ പതിവിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇത് നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തും. ഈ ആഴ്ച നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. ഇതുമൂലം നിങ്ങൾക്ക് ഉന്മേഷവും സമ്മർദ്ദരഹിതവും അനുഭവപ്പെടും. ഇനി ഈ ആഴ്ചത്തെ ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നോക്കാം. പുരാണ ഗ്രന്ഥമായ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. തുലാം രാശിക്കാർ,
ഈ ആഴ്ച നിങ്ങളുടെ അവയവങ്ങളിലൊന്നിൽ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെടാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുമ്പോൾ ഏതൊരു രോഗത്തെക്കുറിച്ചും അശ്രദ്ധരാകാതിരിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ ഇത് നിങ്ങൾക്ക് വളരെ പ്രശ്നമായി തീരും. ഈ ആഴ്ച പെട്ടെന്നുള്ള പണം സമ്പാദിക്കാനായി നിങ്ങൾ ചിലപ്പോൾ ഒരു കുറുക്കുവഴി സ്വീകരിച്ചേക്കാം. നിയമവിരുദ്ധമായ കേസുകളിൽ ഇതുമൂലം നിങ്ങൾ അകപ്പെട്ടേക്കാം. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതിനൊപ്പം നിങ്ങൾക്ക് പണനഷ്ടവും നേരിടേണ്ടി വരും. ഈ ആഴ്ച വീട്ടിലെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം മൂലം നിങ്ങളുടെ മനസ്സ് വിഷാദത്തിലായേക്കാം. നിങ്ങൾ ഒരു പങ്കാളിത്ത വ്യാപാരം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന് ഒരു വായ്പയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു അപേക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഈ ആഴ്ച സ്വീകരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാൻ കഴിയും. പുതിയത് പഠിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടാം. എന്നിരുന്നാലും ഈ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സമയം പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ആഴ്ചത്തെ ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നമുക്ക് നോക്കാം. ദിവസവും 43 തവണ ഓം കേതവേ നമഃ എന്ന് ജപിക്കുക. വൃശ്ചിക രാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾ ജോലിയിൽ നിന്ന് സമയമെടുക്കുകയും വിശ്രമിക്കുകയും ഉറ്റ ചങ്ങാതിമാരുമായും കുടുംബമായും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവിടുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് ആന്തരിക സന്തോഷം നൽകുന്നതിനൊപ്പം നിങ്ങളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാനുള്ള അവസരവും നൽകും. ഭാവിയിൽ വില വർദ്ധിച്ചേക്കാവുന്ന അത്തരം കാര്യങ്ങൾ വാങ്ങുന്നതിന് ഈ ആഴ്ച വളരെ നല്ലതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ, വീട്, ഭൂമി അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. ഇത് ഭാവിയിൽ മികച്ച ലാഭം നേടാനുള്ള അവസരം നൽകും. ഈ ആഴ്ച നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഒരു ധാർമ്മിക യാത്ര പോകാനുള്ള സാധ്യത കാണുന്നു. കുടുംബ സമാധാനത്തിനൊപ്പം അംഗങ്ങൾക്കിടയിലും ഐക്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക സ്ഥിരതയെ ബാധിച്ചേക്കാം. ഏതെങ്കിലും മത്സര പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വിജയം ലഭിക്കും. എന്നാൽ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് അവർ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതുണ്ട്. ഇനി ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നമുക്ക് നോക്കാം. ചൊവ്വാഴ്ച ദിവസം പാവപ്പെട്ടവർക്ക് ബാർലി ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ധനുരാശിക്കാർ, നിങ്ങളുടെ ആരോഗ്യം ഈ സമയം സാധാരണയേക്കാൾ മികച്ചതായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് ഉന്മേഷം തോന്നും. കുടുംബത്തിൽ ഏതെങ്കിലും ശുഭകരമായ ചടങ്ങ് നടക്കാനുള്ള സാധ്യത കാണുന്നു. അതിൽ നിങ്ങൾ ധാരാളം പണം ചിലവാക്കേണ്ടി വന്നേക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ചിലപ്പോൾ വഷളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കും. ഈ ആഴ്ച പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലായേക്കാം. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. അതിനാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിലും ആത്മവിശ്വാസത്തിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ആഴ്ചയുടെ മധ്യത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നിരവധി നെഗറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നേക്കാം. ഇനി ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നമുക്ക് നോക്കാം. ദിവസവും 21 തവണ ഓം ഗുരുവേ നമഃ എന്ന് ജപിക്കുക. മകരം രാശിക്കാർ, ഈ ആഴ്ച ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലി തടസ്സപ്പെടുത്തിയേക്കാം. അതിനാൽ സങ്കീർണമായ സാഹചര്യങ്ങൾ കുടുങ്ങിപ്പോകുമെന്ന് ഭയപ്പെടരുത്. പക്ഷേ അതിനെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങളെ മാനസികമായി ദുർബലപ്പെടുത്തുകയും ശാരീരികമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. ഈ ആഴ്ച സാമ്പത്തിക വശങ്ങളിൽ നിന്നുള്ള എല്ലാത്തരം വെല്ലുവിളികളും മറികടക്കും. ഈ സമയത്ത് നിരവധി സാധ്യതകൾ വന്നു ചേരും. അവ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മുന്നിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. വീട്ടിലെ ഒരു മുതിർന്ന ആളുടെ ആരോഗ്യ പ്രശ്നം മൂലം
ദീർഘനാളായി നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നേടണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായി നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ പതിവിലും പ്രാധാന്യം നൽകും. അതിൻ്റെ ഫലമായി ഈ സമയത്ത് നിങ്ങൾക്ക് നിരവധി പുതിയ അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ഈ ആഴ്ച ലഭിക്കും. ഇനി നമുക്ക് ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നോക്കാം. വികലാംഗർക്ക് ശനിയാഴ്ച ഭക്ഷണം ദാനം ചെയ്യുക. കുംഭം രാശിക്കാർ, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഈ ആഴ്ച നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിരവധി ഗുരുതരമായ രോഗങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങൾ പണം ചിലവാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ ഇത് കാരണം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാം. ഈ ആഴ്ച നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മേൽ അടിച്ചേൽപ്പിച്ചേക്കാം. അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാനുള്ള സാധ്യതയും കാണിക്കുന്നു. ഈ ആഴ്ച പങ്കാളിത്തത്തിൽ കൂടുതൽ ഫലപ്രദമുണ്ടാക്കുന്നതിനാൽ ഈ ആഴ്ച എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇതുമൂലം ബിസിനസ് വിപുലീകരിക്കുന്നതിന് നിങ്ങൾക്ക് സഹായം ലഭിക്കും. നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകൾ പല വിഷയങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെ മുൻകാല സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടിത്തരാനും സഹായിക്കും. വിദ്യാർത്ഥികൾ മറ്റ് പാഠ്യപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനത്തിൽ മാത്രം പരിമിതപ്പെടാതിരിക്കുക. ഇനി ദോഷഫലങ്ങൾക്കായുള്ള പ്രതിവിധി നമുക്ക് നോക്കാം. ഓം ശനിചരായ നമഃ എന്ന് ദിവസവും 44 തവണ ജപിക്കുക. മീനം രാശിക്കാർ, നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. അതിനാൽ ഈ പോസിറ്റീവ് സമയം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ അടുത്തുള്ളവരും പ്രിയപ്പെട്ടവരുമായി സമയം ആസ്വദിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ചയുടെ ആരംഭം സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പക്ഷേ ആഴ്ചയുടെ അവസാനം ചില കാരണങ്ങളാൽ നിങ്ങളുടെ പണം ചിലവായേക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ അലട്ടാം. അത്തരമൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പണം ചിലവാക്കേണ്ടതുണ്ട്. ജോലിസ്ഥലത്ത് നടക്കുന്ന നിഷേധ സാഹചര്യങ്ങളും കുടുംബജീവിതത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണമായേക്കാം. ഈ ആഴ്ച ഔദ്യോഗികമായി നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് ധാരാളം നല്ല ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ നിങ്ങൾക്ക് കഠിനാധ്വാനവും അർപ്പണബോധവും കാരണം ഈ ആഴ്ച ലഭിക്കും. അതിനാൽ നിങ്ങളുടെ ഈ താല്പര്യം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ മുൻപിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ താല്പര്യം കാണിക്കും. വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് ഈ സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് കഴിയുന്നത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ദോഷഫലങ്ങൾക്കായി എന്തൊക്കെയാണ് പ്രതിവിധി എന്ന് നോക്കാം. വ്യാഴാഴ്ച പ്രായമായ ബ്രാഹ്മണന് ദാനം ചെയ്യുക. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ എപ്പോഴും മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.